ഒരുപക്ഷെ പി കെ ശശിയും ഉറപ്പായിട്ടും പുതിയൊരു പാർട്ടി രൂപീകരിച്ചോ അല്ലാതെയൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത് UDF-ലേക്കായിരിക്കാം. ഇവിടെയൊക്കെ ഒരു പേയ്മെന്റ് ഉണ്ടെന്നേ. അപ്പൊ ഈ രണ്ട് പാർട്ടികളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കനകുലു കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെ ഉപയോഗിച്ചിരുന്നു. അതായത് കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സുനിൽ കനകുലു വഴിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വസ്തുതയാണ്. CPM നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ ഒരുപാട് പേരുണ്ട്. അവരെ ഒക്കെ തേടി സുനിൽ കനകുലു നാളുകളിൽ അവരുടെ വീടുകളിലെത്തും, അവരുടെ പർച്ചേസേഴ്സ് എത്തും, അവരുടെ സെയിൽസ് ടീം എത്തും. BJPയെ സംബന്ധിച്ച് BJP വികസിത കേരളം എന്ന ആശയം മുൻപോട്ട് വെച്ചിട്ട് കേരളത്തിൽ സംസാരിക്കേണ്ടത് കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചാണ്. എന്നാൽ മാത്രമേ അവർക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. നമസ്കാരം. ഇപ്പോ കനകുലു പുതിയൊരു യാത്രയിലാണെന്ന് തോന്നുന്നു. റിട്ടയർഡ് ആയിട്ടുള്ള സഖാക്കന്മാരുടെയും അതുപോലെ തന്നെ മറ്റേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകളുടെയും ഒക്കെ പുറകെ പോയി അവർ ചാക്കിട്ട് പിടിച്ച് ഇത്തവണ കോൺഗ്രസിന്റെയും UDF-ന്റെയും പാളയത്തിൽ എത്തിക്കാനുള്ള ഒരു തീവ്രമായിട്ടുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിവാദങ്ങൾക്ക് പിന്നിൽ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ കനകുലുവിനെ സംബന്ധിച്ച് കനകുലു ആദ്യം ആരുടെ പുറകെ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ RJDയുടെയും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെയും പുറകെയായിരുന്നു. അപ്പോൾ ഈ രണ്ട് പാർട്ടികളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കനകുലു കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെ ഉപയോഗിച്ചിരുന്നു. അതിന് ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം തെലങ്കാന സർക്കാരിൻ്റെ പരസ്യം കേരളത്തിലെ മലയാള മനോരമയുടെ ഏറ്റവും ഫ്രണ്ട് പേജ് പരസ്യമായിട്ട് വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. അത് ആലോചിച്ച് നോക്കി. തെലങ്കാനയിൽ അവിടുത്തെ ആളുകൾക്ക് നൽകിയിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ കേരളത്തിലെ മലയാള മനോരമ പത്രത്തിലിട്ടതുകൊണ്ട് തെലങ്കാന സർക്കാരിന് എന്ത് നേട്ടമാണുള്ളത്? കാരണം കേരളത്തിലെ PRD ഒക്കെ ഭയങ്കരമായിട്ട് കുറ്റം പറയുന്ന ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. ആ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെ തെലങ്കാന ഭരിക്കുന്നത്. ആ തെലങ്കാനയുടെ സർക്കാരിൻ്റെ പരസ്യം കേരളത്തിൽ വരേണ്ട വല്ല ആവശ്യമുണ്ടോ? അതായത് കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സുനിൽ കനകുലു വഴിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വസ്തുതയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഐഷ പോറ്റിയെ LDF-ൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റാരുടെ സുനിൽ കനകുലു തന്നെയാണ്. ഇന്ന് കോൺഗ്രസിനകത്ത് തനിച്ചു പോയിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാക്കന്മാരോട് നെഗോഷിയേറ്റ് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്ത് കോൺഗ്രസിലേക്ക് എത്തിക്കാൻ ശേഷിയുള്ള നേതാക്കന്മാരൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം അങ്ങനെ ആകെ ശേഷിയുള്ളൊരു VD സതീശനുണ്ട്. അദ്ദേഹമാണെങ്കിൽ പുതിയുഗ യാത്ര എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ സുനിൽ കനകുലു ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പർച്ചേസാണ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് പർച്ചേസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ടാസ്ക്കാണത്. കാരണം അത് ടാസ്ക് എന്ന് പറഞ്ഞാൽ ട്രെൻഡ് സെറ്റ് ചെയ്യുക എന്ന് പറയും. ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് തങ്ങൾ സ്ട്രാറ്റജി ചെയ്യുന്ന പാർട്ടിക്ക് വേണ്ടത്ര വോട്ടിംഗ് പെർസെൻറ്റേജ് വിജയിക്കാൻ ഉണ്ടാവാതെ വരുന്ന സാഹചര്യത്തിൽ ട്രെൻഡ് സെറ്റ് ചെയ്യുക എന്ന് പറയും. ഈ ട്രെൻഡ് സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ LDF-നകത്തുള്ള പല നേതാക്കന്മാരും പെട്ടെന്ന് തന്നെ UDF-ലേക്ക് വരുന്നു എന്നൊരു പ്രതീതി വാർത്താമാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LDF ഇവിടെ പരാജയപ്പെടാൻ വേണ്ടി പോകുന്നു എന്ന ഒരു നരേറ്റീവ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആ നരേറ്റീവ് ക്രിയേഷന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഐഷ പോറ്റിയെ ആദ്യം കൊണ്ടുവന്നു. ഈ പറഞ്ഞ രീതിയിൽ എനിക്കൊന്ന് കൊട്ടാരക്കരയിൽ വെച്ച് നടന്ന ഒരു യോഗത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഐഷ പോറ്റിയെ കൂവുന്ന അവസ്ഥയുണ്ടായി. നമ്മൾ മറന്നു പോരുന്നത്. അതുകൂടാതെ പിന്നെ ഉള്ളത് ഒരു പ്രേംകുമാറിനെയാണ് കൊണ്ടുവന്നത്. പ്രേംകുമാറിനൊക്കെ കേരള രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തി എന്ന് പറയാനായിട്ട് ഇതുവരെ ആർക്ക് സാധിച്ചിട്ടില്ല. ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും സാധിച്ചിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ പി കെ ശശി ഇപ്പോൾ നാളെ ഷൊർണൂരിൽ വെച്ച് നടക്കുന്ന CPM വിമത നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ പി കെ ശശിയും ഉറപ്പായിട്ടും പുതിയൊരു പാർട്ടി രൂപീകരിച്ചോ അല്ലാതെയൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത് UDF-ലേക്കായിരിക്കാം. ഇവിടെയൊക്കെ ഒരു പേയ്മെന്റ് ഉണ്ടെന്നേ. ഇവിടെയൊക്കെ ഒരു പെയ്ഡ് ഉണ്ട്. ഇപ്പോൾ ഇന്ന് സുധാകരൻ സഖാവിൻ്റെ ഒരു പ്രസ്താവന രംഗത്തോട് ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹത്തിന് പറയാനുള്ള ഒരുപാട് പരാതികളും പരിഭവങ്ങളുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു പ്രമുഖനായ കോൺഗ്രസിൻ്റെ നേതാവ് ആലപ്പുഴയിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. അവരുടെ സുധാകരൻ്റെ വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ പോയതിനു ശേഷം സുധാകരനുമായിട്ടൊരു കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ധാരണ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി തന്നെ CPM-നെതിരെ ശക്തമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കണം, അല്ലെങ്കിൽ പ്രസ്താവനകൾ പുറപ്പെടുവിക്കണം എന്നുള്ള ഒരു ഡീലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അതിനിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സുധാകരൻ ഒന്ന് കുളിമുറിയിൽ തെന്നി വീഴുന്നു. കുളിമുറിയിൽ തെന്നി വീണ സുധാകരൻ ഇങ്ങനെ കിടപ്പിലായല്ലോ.
കിടപ്പിലാകുന്ന സമയത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ജി സുധാകരനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോകാനിടയായി. ജി സുധാകരൻ വിചാരിച്ചിരുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി തന്നെ സന്ദർശിച്ചു, ഇപ്രാവശ്യം തനിക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് അമ്പലപ്പുഴയിലോ ആലപ്പുഴയിലോ തനിക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരു സീറ്റ് നൽകും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. 78 വയസ്സ് പ്രായമായ അദ്ദേഹത്തിന് കേരളം കണ്ട ഏറ്റവും മികച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയൊക്കെയായിരുന്നു. അതിനകത്ത് നമ്മൾ തർക്കം പറയുന്നൊന്നുമില്ല. നല്ലൊരു സഖാവാണ്, രക്തസാക്ഷി കുടുംബത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ്, രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ രക്തസാക്ഷി ആവുന്നത് SFI കാലഘട്ടത്തിലാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ രക്തസാക്ഷിയായിട്ടുള്ളതാണ്. അതിന്റെ എല്ലാ ഗുണങ്ങളും അനുഭവിച്ചിട്ടുള്ള ആളാണ് ശ്രീ ജി സുധാകരൻ എന്ന് പറയുന്നത്. പക്ഷെ ജി സുധാകരനെ പോലുള്ള സഖാക്കന്മാരോട് നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്തൊക്കെ ഇത്രയധികം പാർട്ടിയിൽ നിന്നും ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റി MLA-യും മന്ത്രിയും ഒക്കെ ആയതിനു ശേഷം പിന്നീട് വളരെ ശക്തമായ ഒരു മത്സരം നടക്കാൻ പോകുന്ന സമയത്ത് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ, മുന്നണിയെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് ശരിയായിട്ടില്ല എന്നുള്ളൊരു പ്രസ്താവനയാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ CPM നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ ഒരുപാട് പേരുണ്ട്. അവരെ ഒക്കെ തേടി സുനിൽ കനകുല നാളുകളിൽ അവരുടെ വീടുകളിലെത്തും, അവരുടെ പർച്ചേസേഴ്സ് എത്തും, അവരുടെ സെയിൽസ് ടീം എത്തും. ആ സെയിൽസ് ടീമിന് മുമ്പിലൊക്കെ ഇവർ വീണ് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവരൊക്കെ സ്വീകരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എന്തായിരുന്നു? ആളുകൾ പരിശോധിക്കപ്പെടത്തില്ലേ? എന്തും പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യണമെന്നേ. കാരണം ഇപ്പോൾ കോൺഗ്രസിൻ്റെ അകത്തുനിന്ന് കുറേയധികം ആളുകൾ ഇപ്പോൾ BJP-യിലേക്ക് പോകുന്നുണ്ട്. ഇവരൊക്കെ BJP-യിൽ എത്തിയതിനു ശേഷം എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് BJP-ക്ക് സാധിച്ചിട്ടുണ്ടോ? BJP-യെ സംബന്ധിച്ചിട്ട് BJP വികസിത കേരളം എന്ന ആശയം മുൻപോട്ട് വെച്ചിട്ട് കേരളത്തിൽ സംസാരിക്കേണ്ടത് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചാണ്. എന്നാൽ മാത്രമേ അവർക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ ഒരു വർഗീയ രാഷ്ട്രീയ പാർട്ടി എന്ന ചാപ്പ കുത്തി BJP ഇപ്പോഴും സൈഡ് ലൈൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. അവർക്ക് രാഷ്ട്രീയത്തിന് മുൻനിരയിലേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടോ? ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു, യാഥാർത്ഥ്യമാണ്. പക്ഷെ തിരുവനന്തപുരം ജില്ലക്കകത്ത് ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് നേടാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്ത് രാഷ്ട്രീയ മുന്നേറ്റമാണ് അവർ നടത്തിയിട്ടുള്ളത്? അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോകുന്നവരാണെങ്കിലും ഈ പറഞ്ഞ CPM-ൽ നിന്ന് ഈ റിട്ടയർ ആയിട്ടുള്ള ആളുകൾ കോൺഗ്രസിലേക്ക് പോകുന്നതാണെങ്കിലും ഇത് രണ്ടും രാഷ്ട്രീയമായിട്ടുള്ള വഞ്ചനയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. രാഷ്ട്രീയ വഞ്ചന തന്നെയാണത്. ഇത്ര വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചിരുന്ന പാർട്ടി, ആ പാർട്ടിയിൽ നിന്ന് MLA-യും മന്ത്രിയും ഒക്കെ ആവുക, അതിനുശേഷം ഈ ആയുസിന്റെ അവസാന നാളുകളിൽ മറ്റു പാർട്ടിയിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? കാരണം പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ, വാർദ്ധക്യം അരികിലെത്തുന്ന സമയത്ത് നമുക്കൊക്കെ ഉണ്ടാകുന്ന ഓർമ്മക്കുറവുകളുണ്ട്. ഈ ഓർമ്മക്കുറവുകളെ പോലും ഇവരൊക്കെ മുതലെടുക്കുകയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ചില ആളുകൾ നമ്മളുടെ സിമ്പതിയെ പലപ്പോഴും എനിക്ക് തോന്നുന്നത് എന്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രായമാകുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ചില ബലഹീനതകളുണ്ട്. ആ ബലഹീനതകളെ മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് കനകരു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സൈക്കോളജിക്കൽ മൂവ് ആണോ എന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, സച്ചിദാനന്ദൻ മാഷിന്റെ അടുക്കൽ പോയിട്ട് ഇവരെന്താണ് കാണിച്ചത്? പ്രായമായ എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിലുണ്ട്. അവരുടെ ആരുടെയെങ്കിലും അടുക്കൽ പോയിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു ഇടതുപക്ഷക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു BJP-കാരനോ പോയിട്ട് ഇതേ രീതിയിൽ പെരുമാറിയാലത്തെ അവസ്ഥ എന്തായിരിക്കും? ശ്രീ വയലാർ രവി ആദരണീയനായിട്ടുള്ള കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമാണ്. ഓർമ്മയില്ല അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്തെല്ലാം പറയും? കേരളത്തിലെ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയാലത്തെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ ഓർമ്മകൾ മങ്ങിത്തുടങ്ങി എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. ഇവരുടെ ആരുടെയെങ്കിലും വീടുകൾ തേടി ഏതെങ്കിലും ഇടതുപക്ഷ നേതാക്കന്മാർ പോകുന്നുണ്ടോ? എന്തിനേറെ പറയുന്നു, BJP-ക്കാർ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. എന്തിനാണെന്ന് ഈ കോൺഗ്രസ്സുകാർ ഇതുപോലെയുള്ള ഒരു രാഷ്ട്രീയ യുദ്ധത്തിന് പോകണം? നിങ്ങൾ വികസനം സംസാരിച്ച ഇലക്ഷനെ നേരിടുകയല്ലേ വേണ്ടത്? എന്താണ് ഷാഫിക്ക് പറയാനുള്ളത്? ഇപ്പോൾ ഈ ജി സുധാകരന്റെ പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെയും അദ്ദേഹം ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ വളരെ പക്വമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും കേരളത്തിന്റെ മികച്ച ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാവുകയും വളരെ മികച്ച സംഭാവനകൾ കേരളത്തിന് നൽകുകയും ചെയ്ത ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ സമൂഹ മാധ്യമങ്ങളിൽ MV ഗോവിന്ദൻ മാഷ് അദ്ദേഹത്തെ കണ്ടപ്പോൾ ചിരിച്ചില്ല എന്നുള്ളതാണ് ഒരു പരാതിയായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയോടുള്ള അതൃപ്തികൾ പറയുന്നത്, അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർദ്ധക്യ സഹജമായിട്ടുണ്ടാകുന്ന പരിഭവങ്ങളാണ്. പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നഴ്സറി പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കൈ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അമ്മ എൻ്റെ കൈ പിടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് പരാതികൾ പറയുന്ന, അച്ഛനോട് പരാതി പറയുന്ന മക്കളുടെ അവസ്ഥ പോലെ. തികച്ചും ആ ഒരു നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മാഞ്ഞു പോയോ എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും ഞാൻ ചിന്തിച്ചു പോയ കാര്യം. കാരണം അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ള ഒരു പരാതി എന്ന് പറയുന്നത് ചിരിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇതിനെയൊക്കെ ഒരു പരാതിയായിട്ട് കാണേണ്ടതാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമതെന്ന് പറയുന്നത്, PK ശശി
ഇപ്പോൾ പാലക്കാട് നിന്നും വിമതനായിട്ട് മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ളൊരു പുള്ളി ഉറപ്പായിട്ടും കോൺഗ്രസ് എടുക്കും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലിയൊരു വിടവ് അവിടെ ഉണ്ട്. അപ്പോൾ രാജയുടെ കഴിഞ്ഞ ചർച്ച പറഞ്ഞാണ്. ഈ പറയുന്ന രീതിയിൽ പി.കെ. ശശി പാലക്കാട് ഒരുപക്ഷെ വിമതനായിട്ട് മത്സരിച്ച് CPM-ന്റെ കുറച്ച് വോട്ടുകളെ പിടിക്കാൻ വേണ്ടി. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അവിടെ മത്സരിക്കുക എന്നുള്ളതും അവിടെ വിജയിക്കുക എന്നുള്ളതും അവരുടെ ജീവൻ മരണ പോരാട്ടമാണ്. മറുഭാഗത്ത് CPM ഒരു യുവ നേതാവിനെ തന്നെയാണ് CPM അവിടെ ഇറക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ CPM-ന്റെ വോട്ട് ബാങ്കിൽ ഒരു വിള്ളൽ വീഴ്ത്തണമെങ്കിൽ തീർച്ചയായിട്ടും CPM-നെതിരെ ഒരു വിമത സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കോൺഗ്രസ് പി.കെ. ശശി ഒരു ടൂളാക്കി മാറ്റും. അതിനു വേണ്ടിയിട്ട് മോട്ടറാക്കി വിട്ടിട്ട് കൊണ്ട് സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഒരു ഗുണം ഒരിക്കലും പി.കെ. ശശിക്ക് കിട്ടുകയില്ല എന്ന് മാത്രമല്ല, ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ നാണക്കേടിനായിരിക്കും അദ്ദേഹം സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണെങ്കിലും ഈ രീതിയിലുള്ള പർച്ചേസിങ്ങുകൾ അത് പണ്ട് നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ ആയിരുന്നു കണ്ടിരുന്നത്. BJP കോൺഗ്രസ് നേതാക്കന്മാരെ പർച്ചേസ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ, സച്ചിൻ പൈലറ്റിനെയൊക്കെ കൊണ്ടുവന്നിട്ട് അവസാനം റിസോർട്ടുകളിൽ പൂട്ടിയിരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു. അതേ രീതിയിലുള്ള ഒരു പർച്ചേസിങ്ങിനാണ് കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ് മുതിരുന്നതെങ്കിൽ അത് കോൺഗ്രസിന് തന്നെ അത് വലിയൊരു വിനയായിട്ട് മാറും. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം BJP പർച്ചേസിങ്ങിന് എല്ലാവിധ സംവിധാനങ്ങളുമായിട്ട് നിൽക്കുകയാണ്. ഒരു ചെറിയ രീതിയിലുള്ള ഒരു മാറ്റം എവിടെയെങ്കിലും കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ പിടിച്ച് BJP പർച്ചേസിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസിന്റെ കാലിൻ്റെ അടിയിൽ മണ്ണൊലിച്ചു പോകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.